മുമ്പേ DAP നാനോ DAP ചേർത്ത വെള്ളത്തിൽ മുക്കി നടുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടുതൽ കരുത്തിനും ആ DAP അംശം പെട്ടെന്ന് വളരാനും വേര് വളർച്ചയ്ക്ക് ഉപയോഗിക്കും. ഇതാണിപ്പോൾ നമ്മളെ നാനോ DAP. ഇഫ്കോൻ്റെ നാനോ DAP നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇത് 5 ml per ലിറ്റർ. 10 ലിറ്റർ വെള്ളമാണെങ്കിൽ 50 ml, 1 ലിറ്റർ വെള്ളമാണെങ്കിൽ 5 ml 1 ലിറ്ററിൽ ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അതിൽ മുക്കിയിട്ട് വേണം. അരമണിക്കൂർ വരെ മുക്കി വെക്കാം, അത്രയും നല്ലതാണ്. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു 8 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. 8 ലിറ്ററിലേക്കൊരു 40 ml. ഇത് തന്നെ കുറേ കമ്പ് 10-600 കമ്പ് വരെ മുക്കാനുള്ള വെള്ളം ഉണ്ടാവും. കുറേ 50 ലിറ്ററും 30 ലിറ്ററും ഒന്നും കലക്കേണ്ട ആവശ്യമില്ല. കുറച്ചും 10 ലിറ്ററിൽ തന്നെ നമുക്ക് അത്യാവശ്യം കമ്പുകൾ മുക്കാനുണ്ടാവും. ഇതിപ്പോൾ നമ്മളൊരു 8 ലിറ്റർക്കൊരു 40 ml എടുത്തു കഴിഞ്ഞു. ml എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിലിട്ട് ഒഴിക്കുന്നു നാനോ DAP. ഇത് കയ്യിൽ തട്ടിയാലൊന്നും കുഴപ്പമില്ല, നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ശേഷം കമ്പെടുക്കുക. അപ്പോൾ അതൊരു മനസ്സിലാകാൻ വേണ്ടി കാണിക്കുകയാണ്. കമ്പെടുത്തിട്ട് മുക്കി വെച്ചിട്ട് ഇതാ ഈ ഭാഗം നമ്മൾ അടിയിലേക്കാക്കിയിട്ട് നേരെ നടുന്നു. 2 ഇഞ്ച് താഴ്ത്തുന്ന രീതിയിൽ നട്ടാൽ മതി. ഇത്രയും വരെ ഒന്നും താഴ്ത്തരുത്. കാക്ക പറന്നാൽ കമ്പ് വീഴാതെ നിന്നാൽ മതി എന്നുള്ളതാണ് പഴമക്കാർ പറയാറ്. അപ്പോൾ ഒത്തിരി താഴ്ത്തിയാൽ നല്ലതല്ല. വീഴാവുന്ന 2 ഇഞ്ച് മതി. കാക്ക ഇതിലെ പറന്നാൽ വീഴരുത്, അത്രയേ ഉള്ളൂ. 2 കാക്ക പറന്നാൽ വീഴും വേണം. അപ്പോൾ ഇങ്ങനെയാണ് കപ്പത്തണ്ട് നടുന്ന രീതി.